ആരും ലീവ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സെഷൻ നിങ്ങളിലേക്ക് നൽകണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ ടുഡേ സെഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? How was the meditation? Good morning. Great, thank you. ഓക്കെ, നിങ്ങൾ എത്ര മണിക്ക് എണീറ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ടൈമിംഗ് ഒന്ന് കമന്റ് ചെയ്തോളൂ. എല്ലാവരും ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. ഓക്കെ, ബി ഹിയർ, എവ്രി വൺ പ്ലീസ് ബി ഹിയർ. ഓൾറൈറ്റ്, 4:15, 4:55. ഓക്കെ, നമ്മുടെ 5 AM ക്ലബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ശരിക്കും എത്തിയോ? ഓക്കെ, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം ഞാൻ കാണിച്ചു. 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്. I will show you. So this is the book. Okay. റോബിൻ ശർമ്മ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇത് മലയാളത്തിൽ അവൈലബിൾ ആണ്. മലയാളത്തിൽ ഐ തിങ്ക് ജെയ്ക്കോ ബുക്സ് ഇറക്കിയിട്ടുണ്ട്. സോ യു ക്യാൻ ബൈ ദിസ്. അടിപൊളി ബുക്കാണ്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കുറേ കോൺസെപ്റ്റുകൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ കുറേ കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു നോവൽ രൂപത്തിൽ, ഒരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വൺസ് അഗെയിൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഹായ് നസ്രീൻ, ഗുഡ് മോർണിംഗ് എവറി വൺ. നസ്രീൻ, ഹൗ തിങ്സ് ആർ ഗോയിങ്? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? നമ്മുടെ ഓൾറെഡി നസ്രീൻ നമ്മുടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാവോ? വിശേഷങ്ങൾ പറയാവോ? ജസ്റ്റ് ടെൽ മീ. പ്രോഗ്രസ് പറയാം. മലയാളം പേര് സെയിം തന്നെയാണ് കേട്ടോ, 5 AM ക്ലബ്ബ് സെയിം പേര് തന്നെയാണ്. പറഞ്ഞോളൂ നസ്രീൻ, ഒന്ന് പറയാവോ? ഹൗ തിങ്സ് ആർ ഗോയിങ്? ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യാ, പറഞ്ഞോളൂ. യാ, ഹായ്. ഞാൻ ഇന്നലെ മുതൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്തുപറ്റി? പനിയൊക്കെ ആയിരുന്നു. ഓക്കെ, പനി വന്നു, പിന്നെ BP ലോ ആയി, ഹോസ്പിറ്റലിൽ പോകേണ്ടിയല്ലോ. രാത്രിയൊക്കെ ആയപ്പോ ഭയങ്കര ക്ഷീണമല്ല, ഭയങ്കര ഇങ്ങനെ ഉറങ്ങാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഫുൾ ടൈം. ക്ഷീണമൊന്നുമില്ല. അപ്പൊ അവിടെ പോയപ്പോ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പം എന്റെ ബ്ലഡിന് നോർമൽ 7-8 അങ്ങനെ ഉണ്ടാവും. അതിന്റെ അടിയിൽ പോയാലാണ് എനിക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇന്നലെ പോയി ചെക്ക് ചെയ്തത് 11 ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ അന്ത് വിട്ടുപോയി. ഇതെങ്ങനെ ഈ 11 ആയി? ഞാൻ എപ്പോഴും സപ്ലിമെന്റ്സ് എടുത്തിട്ടാണ് കൂട്ടുക. അപ്പം എനിക്കറിയില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് നോക്കിയിരുന്നു രാവിലെ മുതല്. പിന്നെ മിനിയാമിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ഫീലിങ്സ് വരുന്നില്ല. അതിനെ കുറിച്ചുള്ള മെമ്മറീസേ ഉള്ളൂ, പക്ഷെ അതിന്റെ പെയിനോ ദേഷ്യമോ ഒന്നും എനിക്ക് വരുന്നില്ല. ഒരു സാധനം എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ വരുന്നില്ല. അതില് ആങ്സൈറ്റി അടിച്ചിട്ട് ഞാൻ ആ ആങ്സൈറ്റിയാണ് എടുത്തത്. ഇതെന്താ എനിക്കൊന്നും വരാത്ത അങ്ങനത്തെ ടെൻഷനായിരുന്നു. മീൻസ് എനിക്ക് പെയിൻ ഒന്നുമില്ല. ഞാൻ ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ ഇവിടെ എന്തിനാ വന്നതെന്ന് വരെ ആലോചിച്ചു പോയി. ഞാൻ വന്ന കാര്യം തന്നെ എനിക്കൊന്നും വിഷയമില്ലാത്ത പോലെ ഇപ്പം നോർമലായി, കുഴപ്പമില്ലായി. സോ എന്തുകൊണ്ടാണ് സംഭവിച്ചത് മനസ്സിലായല്ലോ അല്ലേ? ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ട്രോമാസ് ഓരോന്ന് എടുത്ത് കളഞ്ഞതോടുകൂടി ഉണ്ടാകുന്ന ചേഞ്ചസും ഷിഫ്റ്റും ആണ് സംഭവിക്കുന്നത്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. കൺഗ്രാറ്റുലേഷൻ, വെൽ ഡൺ. നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ പോട്ടെ, ഉഷാറാവട്ടെ. ഓക്കെ, താങ്ക് യു. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ മിറാക്കുലസ് ഓർ വണ്ടർഫുൾ സ്റ്റോറീസ് ഷെയർ ചെയ്യാനുണ്ടോ? ഇസ് ദർ എനിവൺ? ഹായ് നിമി, ഹൗ തിങ്സ് ആർ ഫോർ യു? നിമിയുടെ കാര്യങ്ങൾ എന്താണ്? നിമി നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കണ്ടിന്യൂ ഉറക്കമൊക്കെ ആയിരുന്നു. ഡ്യൂട്ടിയിലൊക്കെ ഇച്ചിരി പാടായിരുന്നു. ലൈക്ക് ആ ഓർമ്മകൾ നമുക്ക് തന്ന ആ ട്രബിള് വന്ന പോലെ അന്നത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ അത് ഫീൽ ചെയ്ത പോലെ തോന്നി. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഫ്രണ്ട്സ് ചോദിച്ചു, വാട്ട്സ് റോങ് വിത്ത് ഹർ? അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അവൾ എന്തോ സൈക്കാട്രി ക്ലാസ്സിന് കയറിയിട്ടുണ്ട്. പിന്നെ ഓക്കെ ആയി, ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇഷ്യൂസ് എടുത്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തു അല്ലേ? അതെ അതെ, മൊത്തമായിട്ട് ആയില്ല, എന്നാലും അതിലൊരു പോസിറ്റീവ്നെസ് കാണുന്നുണ്ട്. എന്തൊക്കെയോ പോസിറ്റീവ്നെസ് ഉണ്ട് ഇതില്. ഓക്കെ, തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക, ഹീലിംഗ് കണ്ടിന്യൂ ചെയ്യുക. സ്വാഭാവികമായിട്ടും പുതുതായിട്ട് ഓരോ ഇഷ്യൂസും എടുത്ത് ക്ലിയർ ചെയ്ത് പോവുക. എത്ര ഇഷ്യൂസിന് എടുത്തു ഇപ്പൊ? ഇപ്പൊ 2 എടുത്തോളൂ. ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആക്ച്വലി റെക്കോർഡ് ക്ലാസ് ഇപ്പൊ 5th ആയതേ ഉള്ളൂ. ഒരെണ്ണം ബാലൻസ് ആണ്. അപ്പൊ ടൈം തികയുന്നില്ല ശരിക്കും പറഞ്ഞ. ഡ്യൂട്ടി ഇവിടുത്തെ ടൈമിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കിട്ടുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അത് രാത്രിയിലൊക്കെയാണ് വരുന്നത്.
പിന്നെ മോർണിംഗിൽ ഡ്യൂട്ടി ആയിരിക്കും, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പം അധികം അങ്ങനെ സമയം കിട്ടുന്നില്ല. ഓക്കെ, അതാണ് സംഭവം. എന്തായാലും ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ക്ലാസ്, ഇനി എത്ര ക്ലാസ് പെൻഡിംഗ് ഉള്ളത്? ഒന്നുകൂടെ. ഒന്നും കൂടെ. അതെ, നാളെ ലൈവില് കയറാൻ പറ്റും. നാളെ ഓഫാണ്. ഓക്കെ, വെരി ഗുഡ്. വി ആർ റിയലി ഹാപ്പി ഫോർ യു ടു കം ഓൺ ലൈവ്. നാളെ എന്ന് പറയുമ്പോൾ ഇന്നാണോ? അതോ ഐ മീൻ ഇന്ന് ഈവനിങ്? ഞങ്ങൾക്ക് ഇന്ന് അവിടെ ഇന്നായിരിക്കും, ഞങ്ങൾക്ക് നാളെ ആയിരിക്കും. ശരി, വെരി ഗുഡ്. ഓക്കെ, യു ആർ ഫ്രം കാനഡ, റൈറ്റ്? യെസ്, കാനഡ. ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ വൺസ് അഗെയിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചലഞ്ചസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇസ് ദർ എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്? പിന്നെ നമ്മളുടെ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത ഐ തിങ്ക് 23-ാം തീയതിയാണ് അടുത്ത പ്രോഗ്രാം വരുന്നത്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് രജിസ്റ്റർ ചെയ്യാം. ദെൻ വി ഹാവ് ഇന്നത്തെ സെഷൻ നമ്മൾ എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല ചാലഞ്ചസും പല രീതിയിൽ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാലഞ്ചസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതികൾ നോക്കണം. ഇതിലേറ്റവും നമ്മൾ ഒരു കാര്യം, നമ്മളെപ്പോഴും സെൽഫ് കെയർ എന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെൽഫ് കെയർ, സെൽഫായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തണം. അത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്ന് മാത്രമല്ല, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലേക്ക് എഫേർട്ട് ഇട്ടിട്ട് പ്രവർത്തിക്കുകയും വേണം. നമുക്ക് നോക്കാം എവിടെയാണ് നമ്മളുടെ ചാലഞ്ചസ് കിടക്കുന്നത് എങ്ങനെയാ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ദർ ആർ സം ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ ആസ്ക്. ഏത് കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചാൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ശരിക്കും റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയുമെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾക്കത് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നിടത്താണ് കാര്യം. ഏതാണ് ചോദ്യം? ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്? ഫസ്റ്റ് ചോദിക്കേണ്ടത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് വേണ്ടത് വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ആർ ഫേസിങ്? നിലവിൽ കറന്റ്ലി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്? വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് കറന്റ്ലി യു ആർ ഫേസിങ്? അടുത്തത് ആ സെയിം സംഗതി തന്നെയാണ്, വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് യു വാണ്ട് ടു ഓവർകം? എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് യു വാണ്ട് ടു ഓവർകം? എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഐ മീൻ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് മറികടക്കണം? അടുത്തത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഗോൾസ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾസോ കാര്യങ്ങളോ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ ഇതെന്താണ് എന്ന് എഴുതി വെക്കാം കേട്ടോ. ഒന്ന് എഴുതി വെക്കാം. ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിമി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രോബ്ലം യു ആർ ഫേസിങ്? വാട്ട് ഈസ് ദ പ്രോബ്ലം യു ആർ ഫേസിങ്? നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ആൻഡ് വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് യു വാണ്ട് ടു ഓവർകം? എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നത്, അതെന്താണ് ഓവർകം ചെയ്യുന്നത്? ദെൻ വാട്ട് ആർ ദ ഗോൾസ് യു വാണ്ട് ടു അച്ചീവ്? നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചോദിക്കേണ്ട ചോദ്യം, വാട്ട് ആർ ദ റിസോഴ്സസ് ഓർ ഹെൽപ്പ് യു നീഡ് ടു ഓവർകം ഓർ സോൾവ് ഓർ അച്ചീവ് ആൻഡ് ഓൾ? ഐ മീൻ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ? ഒന്നെന്താ പറഞ്ഞത്? സോൾവ് യുവർ പ്രോബ്ലം അല്ലേ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിസോഴ്സ് വേണം. നിങ്ങളുടെ ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റിസോഴ്സ് വേണം. ഓർ നിങ്ങൾക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിസോഴ്സ് വേണം. റിസോഴ്സ് ഓർ ഹെൽപ്പ്. വാട്ട് ആർ ദ ഹെൽപ്പ് ഓർ റിസോഴ്സ് യു നീഡ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഹൗ വിൽ യു സോൾവ് ദ പ്രോബ്ലം? ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുകൂടെ ബ്രാക്കറ്റിൽ എഴുതുക. ഹൗ ഐ ആം ഗോയിങ് ടു സോൾവ് ദിസ് പ്രോബ്ലം.
or how will you solve the problem step by step? ഈ പ്രോബ്ലം എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലം ആവാം, ഗോൾ എങ്ങനെയാണ്, ഗോൾ അച്ചീവ് ചെയ്യുന്നതാവാം. Okay, how I'm going to achieve this goal step by step. ആദ്യം എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. First step, second step, third step, create a plan. And then next question, why are you not or why didn't you solve this problem already? എന്തുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ why didn't you achieve the goal already, or why didn't you overcome the challenges already? എന്തുകൊണ്ട് ഇതിനകം തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തില്ല, അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തില്ല? Why didn't you solve this problem already, or why didn't you achieve this goal already? Why didn't you overcome these challenges already? അപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടാവും അല്ലേ, പറഞ്ഞോ. ഓക്കെ, സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി എന്തായിരിക്കാം? ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്ക്യൂസ് ആയിരിക്കാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റൻ ഏതാണ്? ഇസ് ഇറ്റ് എൻ എക്സ്ക്യൂസ് ഓർ ഇസ് ഇറ്റ് എ റിയൽ റീസൺ? അടുത്ത ക്വസ്റ്റൻ, ഇസ് ഇറ്റ് എൻ എക്സ്ക്യൂസ് ഓർ ഇസ് ഇറ്റ് എ റിയൽ റീസൺ? ഇതൊരു എക്സ്ക്യൂസ് ആണോ, ഞാൻ എന്നോട് പറയുന്ന എക്സ്ക്യൂസ് ആണോ, അല്ല റിയൽ റീസൺ ആണോ? കാരണം അത് ഏത് ഉത്തരം നമ്മുടെ മൈൻഡിലേക്ക് വന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തേണ്ട കാര്യം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ക്യൂസ് ആണ്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അത് എക്സ്ക്യൂസ് ആയിരിക്കാം. 99% കേസിൽ അത് എക്സ്ക്യൂസ് ആവാറുണ്ട്. റിയൽ റീസൺ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ്, ബിക്കോസ് ദിസ് ഈസ് ദ സ്റ്റോറി, ഇറ്റ്സ് കോൾഡ് എ ബുൾഷിറ്റ് സ്റ്റോറി എന്നാ പറയാം എക്സ്ക്യൂസ് ആണെന്നുണ്ടെങ്കിൽ. ദിസ് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ് യുവർ സെൽഫ് ആസ് എ ലൈ. ഒരു ലൈ പോലെ, ഒരു കളവ് പോലെ നമ്മൾ നമ്മളോട് പറയുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മളോട് പറയുന്ന ഒരു സ്റ്റോറിയാണ് കളവ് പോലെ. അപ്പോൾ ആ കളവ് പോലെ നമ്മളോട് പറയുന്ന ഈ ഒരു സ്റ്റോറി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, യു വിൽ ബി സ്റ്റക്ക്. യു വിൽ ബി സ്റ്റക്ക്. നമ്മൾ സ്റ്റക്കായി പോകും. അപ്പൊ ആ സ്റ്റക്ക് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ടെല്ലിങ് ദി സ്റ്റോറി. ഈ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അതുകൊണ്ടാണ്, ഞാൻ ഇതുകൊണ്ടാണ്, എനിക്ക് ട്രോമ കിട്ടിയത് കൊണ്ടാണ്, അല്ലെ? ഇനിയിപ്പോൾ അതായിരിക്കും പറയാം അല്ലേ? ട്രോമനെ കുറിച്ചൊക്കെ പഠിച്ചതുകൊണ്ട് എന്താ വെച്ചാൽ ഇനി പറയാൻ പോകുന്ന സ്റ്റോറി എന്തായിരിക്കും? എനിക്ക് ട്രോമ കിട്ടിയത് കൊണ്ടാണ്. അപ്പം ചോദിക്കേണ്ട ഇത്രേ ഉള്ളൂ, ചോദിക്കല്ല, എന്ത് പറഞ്ഞാലും അതിനുള്ള മറുപടി യൂണിവേഴ്സ് തരാ സോ വാട്ട് എന്നുള്ളതാണ്. സോ വാട്ട്, നീ അങ്ങനെ അനുഭവിച്ചു, നീ ഇങ്ങനെ അനുഭവിച്ചു, സോ വാട്ട്, ഐ ഡോണ്ട് കെയർ അബൌട്ട് യു ഇഫ് യു കീപ് ടെല്ലിങ് ദി സ്റ്റോറി. ഈ സ്റ്റോറി പറഞ്ഞു വിചാരിച്ചിട്ട് ഞാനൊന്നും നിനക്കൊന്നും തരാൻ പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ യെസ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ കഥ പറയാൻ പാടില്ല. We have to accept, then take responsibility. ഇത് എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. I have to change it. Happened is happened. No more telling the story. Jabin, are you there? No more telling the story. മനസ്സിലായോ? ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ വീട്ടിൽ പറയാൻ തുടങ്ങി, ഈ പണ്ടത്തെ ഡ്രോമ കാരണമാണ് ഞാൻ ഇപ്പൊ ഈ നിലയിൽ എത്തിയെന്ന് വീട്ടിൽ പറയാൻ തുടങ്ങി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ജെമിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നോ മോർ ടെല്ലിങ് ദ സ്റ്റോറി ഓഫ് യുവർ പെയിൻ ഓർ വാട്ട് എവർ. Enough is enough. From now onwards, what you have to do? Take action. What you can do? What I can do? ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മുന്നേറും, ഇത് മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൂ. നോ മോർ ടെല്ലിങ് ദ സ്റ്റോറി. ബിക്കോസ് യു നോ വാട്ട്, നമ്മൾ എന്താണോ പറയുന്നത് വേറെ ആൾക്കാരോടായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് പൂർണ്ണമായിട്ട് 100% ലിസൺ ചെയ്യുന്ന, ഫീൽ ചെയ്യുന്ന, കേൾക്കുന്ന ഒരാൾ നമ്മളാണ്.
വേറെ ആൾ ചിലപ്പോൾ 100% കേട്ടെന്ന് വരില്ല, ഫുള്ളി ലിസൺ ചെയ്തെന്ന് വരില്ല, പക്ഷെ നമ്മൾ അത് കേൾക്കുന്നുണ്ട്, ഫുള്ളി ലിസൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വെൻ വി ഷെയർ ദ സ്റ്റോറി വി ആഡ് ലോട്ട് ഓഫ് ഇമോഷൻ ടു ഇറ്റ്, റൈറ്റ്? എനിക്ക് എന്റെ ട്രോമ കൊണ്ടാണ്, ലൈക്ക് യു ആർ ഫീലിംഗ് ദാറ്റ്, റൈറ്റ്? ഈച്ച് ആൻഡ് എവറി സെൽ. എന്റെ ട്രോമ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയി, എന്റെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയി, എന്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയി. So what you are doing, you are like, affirming again and again, and that is an biggest powerful affirmation. That is not affirmation. Affirmation is powerful ആയിട്ടുള്ള സംഗതി ഉണ്ട്. That's called incantation. എന്താണ് incantation? You feel maximum in your body and you express the emotion. So stop doing that. Understand that. സാറപ്പോ അത് പറഞ്ഞതിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ അതിന്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ അതും ഒരു എക്സ്ക്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പാടില്ല എന്നല്ലേ ശരിക്കും ഇപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച്? എക്സ്ക്യൂസ് എന്നുള്ളത് മാത്രമല്ല, എക്സ്ക്യൂസ് എന്നതാണ് രണ്ടാമത്തെ കാര്യം. ആ സ്റ്റോറി ഒരിക്കലും നിങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. Enough is enough. Done. From now onwards, you know what I can do. ഇനി എന്ത് ചെയ്യണം, നല്ലത് മാത്രം സംസാരിക്കുക, പ്രോഗ്രസ് മാത്രം സംസാരിക്കുക, വേറെ ഒന്നും ചെയ്യരുത്. Because whenever you talk about problem, you are putting yourself in that again a weak situation. ആ വീക്ക് സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്യരുത്. You should not. Okay. So last question എന്തായിരുന്നു? What is the last question? Tell me, what was the last? Resources real ആണോ? Yeah. അത് Resources അല്ല. Is it excuses? excuses. അല്ലേ? അതല്ലേ ചോദ്യം. Is it excuses? Is it a real story that you are telling? അല്ലെങ്കിൽ അത് ഫാക്ട്സ് ബേസ് ചെയ്തിട്ടുള്ളതാണോ? ഇനി അടുത്തത്, നിങ്ങൾ എന്തുകൊണ്ട്, why should I do it? Why should I correct it? Next, why should I achieve this goal? ഈ ഗോൾ ഞാൻ എന്തുകൊണ്ട് അച്ചീവ് ചെയ്യണം? Why should I achieve this goal? അടുത്ത എന്താ? Why should I overcome this problem? Or why should I solve this problem? എന്തുകൊണ്ട് ഞാൻ സോൾവ് ചെയ്യണം? What are the benefits? അടുത്തത്, what are the benefits if I solve this problem? What are the loss if I didn't solve this problem? ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് ടൈം തരാം. ദിസ് ഇസ് എ ലൈവ് എക്സാം, ലൈവ് ടെസ്റ്റ്. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാം. What is your problem, current problem that you are facing? How you are going to solve this problem? അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെല്ലാം ഒന്ന് എഴുതിയേ. അപ്പൊ നമുക്കറിയാം, ഇന്നത് എഴുതുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. ശരത്, പ്ലേ എ മ്യൂസിക്, ഒരു മെഡിറ്റേഷൻ മ്യൂസിക്. എന്ത് ഇവരെല്ലാവരും ഫോക്കസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്യാം. ആർക്കെങ്കിലും മ്യൂസിക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാവരും മ്യൂസിക് കേൾക്കുക. ശരത്, പ്ലേ മ്യൂസിക്. ശരത്, ആർ യു ദേർ? ഹലോ. ഓക്കെ, ഒരു മ്യൂസിക് പ്ലേ ചെയ്തോളൂ കേട്ടോ, ഒരു കാം മ്യൂസിക് പ്ലേ ചെയ്തു. ഓക്കെ, ശരി. എല്ലാവരും എന്ത് ചെയ്യുക, ഇതിനുള്ള ഉത്തരം എഴുതണം. ഉത്തരം എഴുതി, ഇതെല്ലാത്തിനും ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഡൺ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഈ ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതൊരു എക്സസൈസ് ആണ്, എല്ലാവരും പങ്കെടുക്കണം. ചോദിച്ചോളൂ ഉല്ലാസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കാവൂ, വേറെ ചോദ്യം ചോദിക്കരുത്. ചോദിച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ചോദിച്ചത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഞാൻ പറഞ്ഞത്? ജബിൻ, എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് എന്തായാലും നേരിടേണ്ടി വന്നെന്നുള്ളത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടങ്ങൾ എനിക്കുണ്ടാകും, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെ തന്നെ എഴുതിക്കൊള്ളൂ ജിബിൻ. പ്രോബ്ലം സോൾവ് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടം. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ചെയ്തോളൂ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
ഹലോ, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞവരെന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ഡൗൺ ചെയ്യും. All right, ready? Just comment down D. If you have done, comment ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ okay, very good. അർഷാദ് done. Okay. Okay, sir, question ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Okay. Done. എനിക്ക് I can't understand what is my problem. Okay, understand. Okay. Problem മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Okay. നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്യൂ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിന്തിക്കേണ്ടി വരികയാണ് അല്ലേ? വാട്ട് ഇസ് ഹാപ്പനിങ്? ചിന്തിക്കേണ്ടി വരികയാണ്. ഈ ചിന്തിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം നേരിടുന്നുണ്ടാവും. ശരിയാണോ? കാരണം ചില ആൾക്കാർ കണ്ടു. അപ്പോൾ ഞാനൊരു എക്സസൈസ് കൊടുത്തപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല എളുപ്പമാണ്. എക്സസൈസ് കൊടുത്തപ്പോൾ ചില ആൾക്കാർ എന്താ വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആൻഡ് ദിസ് ഇസ് ആൾസോ എ ടെസ്റ്റ്. നിങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ടാസ്ക് നൽകുന്ന സമയത്ത് ആ ടാസ്കിനെ പോലും ചെയ്യാൻ താല്പര്യമില്ല. ദേ ആർ നോട്ട് റെഡി ടു ഡു ദ വർക്ക്. പിന്നെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുക? രണ്ട് രീതിയിൽ ആൾക്കാർ വർക്ക് ചെയ്യും. ഒന്ന്, സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ദേ വിൽ വർക്ക് ആക്റ്റീവ്ലി ആൻഡ് പ്രോ ആക്റ്റീവ്ലി. അവർ പ്രോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അവർ ആക്റ്റീവ്ലി വർക്ക് ചെയ്യും, അവർ പ്രോ ആക്റ്റീവ്ലി വർക്ക് ചെയ്യും. എന്താണ് പ്രോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്? അവരെന്ത് ചെയ്യും? മുൻകൂട്ടി എന്താണോ വരാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങും, തയ്യാറെടുക്കും, പ്രിപ്പറേഷൻസ് നടത്തും. സോ വെൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി മീറ്റ്സ്, ദാറ്റ്സ് കോൾഡ് ലക്ക്. എന്താ ലക്ക്? ബ്ലെസ്സിങ്. സക്സസ്ഫുൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ചില ആൾക്കാർ പറയില്ലേ ഹി ഗോട്ട് ലക്കി എന്ന് പറയും. എന്താ ലക്കി എന്ന് പറയുന്നത്? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരാൾ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുക. ആൻഡ് ദെൻ ഓപ്പർച്യൂണിറ്റി കംസ് ഓർ ഹി ക്രിയേറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അതല്ലാതെ വേറെ എന്തോ സംഭവിക്കുന്നതല്ല ലക്ക്. ലക്ക് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ദ ഹാർഡർ യു വർക്ക് ദ ലക്കിയർ യു ഗെറ്റ്. നന്നായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഭാഗ്യം വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്കായിട്ട് വർക്ക്ഔട്ട് ആവും. ക്ലിയർ ആണോ? ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ അധികം ആൾക്കാർക്കും പ്ലാൻ ചെയ്യാനോ പ്രിപ്പയർ ചെയ്യാനോ റെഡിയല്ല, വർക്ക് ചെയ്യാനോ റെഡിയല്ല. എത്ര പേർക്ക് ഇപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസിന് ക്ലാരിറ്റി കിട്ടി? എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്? എന്താണ് ഇത്രയും നേരം എഴുതിയപ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഒരു തടസ്സം ഫീൽ ചെയ്തോ? ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ? പ്രയാസം ഫീൽ ചെയ്തോ? എന്താ ഫീൽ ചെയ്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന പറയുന്നത്. റിയാക്റ്റീവ് എന്താണ്? അതുകൂടെ പറഞ്ഞത്. റിയാക്റ്റീവ് എന്താണ്? നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ചലഞ്ച് വരുന്ന സമയത്ത് വന്നിട്ട് അത് പ്രശ്നമായിട്ട് നിർബന്ധിതമായിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. പ്രോ ആക്റ്റീവായിട്ട് ചെയ്യാതിരിക്കുക, നിർബന്ധിതമായിട്ട് ചെയ്യുക. എനിക്കിപ്പോൾ അങ്ങനെ വന്ന് ഇനിയിപ്പോൾ അത് ചെയ്യല്ലാതെ ഒരു വഴിയില്ല എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോൾ ചെയ്യാം. എസോർണോ? നമ്മൾ അധികം ആൾക്കാർ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത് എക്സാം വന്നിട്ടേ പഠിക്കുകയുള്ളൂ. എക്സാമിന് വേണ്ടിയിട്ട് മുൻകൂട്ടി നിന്ന് ഒരുങ്ങുന്ന താല്പര്യത്തോടു കൂടി ഒരുങ്ങുന്നില്ല. എക്സാം വന്ന് ഇവിടെ പഠിക്കലെത്തിയിട്ട് അവസാനം ഇനി ഓപ്ഷൻ ഇല്ല, ദെൻ സ്റ്റഡി ചെയ്യും. അതുവരെ മടിച്ച് നീട്ടിവെച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ എക്സ്ക്യൂസസ്, എൻജോയ്മെന്റ്, റിലാക്സേഷൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. സോ റിയാക്റ്റീവ് മെത്തേഡിൽ ഒരിക്കലും വർക്ക് ചെയ്യരുത്. യു വിൽ നെവർ റീച്ച് സക്സസ്. സോ വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ഡിസിപ്ലിൻ യുവർ സെൽഫ്. ഹൗ ഡു യു ഡു ദാറ്റ്? ഫോഴ്സിങ് യുവർ സെൽഫ്. ഫോഴ്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു തീരുമാനം കൊണ്ടെടുക്കുക. ഞാനിപ്പോൾ അടുത്ത 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ ഇന്നത് വർക്ക് ചെയ്യാൻ പോവാണ്. ടേക്ക് എ ഡിസിഷൻ. അത് എങ്ങനെ ചെയ്യും എന്നുള്ള പ്ലാൻ മനസ്സിൽ കാണുക. ദെൻ ഫോഴ്സ് യുവർ സെൽഫ്. മനസ്സിൽ കാണണം ആദ്യം എന്ത് ചെയ്യും, പിന്നെന്ത് ചെയ്യും, പിന്നെന്ത് ചെയ്യും, പിന്നെന്ത് ചെയ്യും. ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് എവറി ഡേ. തലേ ദിവസം ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെനിക്ക് ഡിപ്രഷൻ കൊണ്ടാണ്, അതെനിക്ക് ട്രോമ കൊണ്ടാണ്, അതെനിക്ക് ഇത്രയും കാലം. സോ വാട്ട്? യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് അറിയോ? ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ ബുൾഷിറ്റ് സ്റ്റോറി മാൻ. ഷട്ട് അപ്പ്. ഗെറ്റ് ടു വർക്ക്. യു ലേസി ഇഡിയറ്റ്. That's it. I'm not going to give you anything. I am not going to work for you. If you don't support yourself, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് will not support you.
So stop telling that bullshit story again and again and again. എൻ്റെ ട്രോമയാണ്, എൻ്റെ പ്രശ്നങ്ങളാണ്, എൻ്റെ ബുദ്ധിമുട്ടുകളാണ്, എൻ്റെ സിറ്റുവേഷൻസ് ആണ്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ്. So what? Who cares? Nobody cares. Nobody. If you want something, you get up, you pre-plan, you fix, and move on. That's it. Get up and fix. Happened is happened. I care about you. I understand you. Okay? നിന്റെ വേദന എനിക്ക് മനസ്സിലാവും, നിന്റെ പെയിൻ എനിക്ക് മനസ്സിലാവും. That's, I understand. But are you 3-year-old? Are you 2-year-old? What do you want? Sorry, Leto. Is that what you want? Come on, grow up. വളർന്ന് ഇത്രയും വലുതായില്ലേ? ഇനി എന്തെങ്കിലും ചിന്തിക്കാൻ ടൈം ആയില്ലേ? So get up and start doing. And this is a reality we should check. We have to do this reality check. We have to do this. We have to tell ourselves, get up and do it. Fix your problems. Face your issues. And that's the way you should train. നമ്മൾ ട്രെയിൻ ചെയ്ത് സ്ട്രോങ്, നമ്മൾ ഹീൽ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുക. ഐ അണ്ടർസ്റ്റാൻഡ്. പല ആൾക്കാരും പറയും ലൈക്ക് ഓക്കെ, ലൈക്ക് എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെ വയ്യനോ. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ സോൾവ് യുവർ ഇഷ്യൂസ്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് ഹെൽപ്പ്. പോയി ചോദിക്കും, എണീക്ക്, പണിയെടുക്കുക. അപ്പം ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ ഇനി പോയി ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പണിയെടുക്കേണ്ടി വരില്ലേ? കാരണം ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോഴ്സിൽ ചേരേണ്ടി വരും. കോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവിടെ തരുന്ന കുറേ പണികൾ ഞാൻ എടുക്കേണ്ടി വരും. ലൈക്ക് അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറയും. ഐ എം സ്കെയർഡ് അബൌട്ട് ദാറ്റ്. ദെൻ ഷട്ട് അപ്പ്, ഡോണ്ട് ടെൽ ദി സ്റ്റോറി. അവിടെ പോയിട്ട് എന്താ വെച്ചാൽ ഇതുപോലെ ജീവിച്ച പോലെ, ഇത്രയും കാലം ജീവിച്ച പോലെ മിസറബിൾ ആയിട്ട്, യു ഡിസർവ് ദാറ്റ്, നത്തിങ് എൽസ്. You don't deserve a change. You don't deserve a transformation. You don't deserve a growth. Do you agree with me? How many people you agree? How many people agree with me? ഞാനിപ്പോൾ ഈ പറഞ്ഞതിനോട് അഗ്രി ചെയ്യുന്നവരുത്തത് ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ബട്ട് ദിസ് ഇസ് ദ റിയാലിറ്റി. സംടൈംസ് വി നീഡ് ദിസ്, റൈറ്റ്? ഇങ്ങനത്തെ കൊട്ട് കിട്ടണം നമുക്ക്. അപ്പോഴേ ഒന്നും ഉണരുള്ളൂ. ശരിയാണല്ലോ, ഞാൻ ശരിയാണല്ലോ, ഞാൻ ശരിയായി. Then you think. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കും, റെഡിയാ, എൻ്റെ പ്രശ്നമാണ്. സോ പ്രൊആക്റ്റീവ്ലി. അപ്പൊ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി നിർത്തുക. ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് സേവ് യു എവറി ഡേ. ഒരു ദിവസം നിങ്ങൾ ഒരാൾ സഹായിച്ചേക്കാം, 2 ദിവസം സഹായിച്ചേക്കാം. ഞാൻ തീരെ സഹായം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പെസിമിസ്റ്റിക് പേഴ്സൺ. I believe in it. People will come and support you, but not every day. You cannot expect that. Every day they will come and support you. Every day. So stop telling that story. Face your reality. Be responsible. If you want to change it. How are you going to change it? One step at a time. You are not going to change all of a sudden, but one step at a time. Like padiya improvements. First of all, you believe in yourself. ആദ്യം എന്താ വേണ്ടത്? നമ്മളിൽ ബിലീവ് ചെയ്യണം. നമുക്കത് ചെയ്യാൻ പറ്റും. യെസ്, ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ആർ ഹാഫ് വേ എന്നാ പറയുന്നത്. നിങ്ങൾ ബിലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ പകുതി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബിലീവ് ചെയ്യണം. എന്താ വേണ്ടത്? നിങ്ങൾ ബ്രെയിൻ ബിലീവ് ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുള്ളൂ. ബ്രെയിൻ ബിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ബുക്ക് വായിക്കുമല്ലോ, ഒരു ബുക്ക് ഞാനിപ്പോൾ ഇത് വായിക്കുമല്ലോ, എനിക്കിത് വായിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്താ വേണ്ടത്? ഞാനിത് എങ്ങനെ വായിക്കും എന്നൊരു പ്ലാൻ ഉണ്ടാക്കണം. ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ബ്രെയിനിന് ബിലീവ് ചെയ്യാനുള്ള മാർഗം. എന്താണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ്. ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എങ്ങനെ ഞാൻ ഇത് ചെയ്യുമെന്നുള്ളത്. അതാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ എഴുതിയ പ്ലാൻ. നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് എഴുതിയത്. ഞാൻ ബുക്ക് വായിക്കുന്നില്ല, അത് നിങ്ങളുടെ പ്രോബ്ലം ആയിരിക്കും, അല്ലേ? ഞാൻ വായനാശീലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഞാൻ എങ്ങനെ വായിക്കും? അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ വായിക്കാം എന്നുള്ളൊരു ട്രിക്സോ മെത്തേഡ്സോ ഉണ്ടെങ്കിൽ പഠിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. എന്നിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ ഈ ബുക്ക് 1 മണിക്കൂർ കൊണ്ട് ഇത്ര പേജ് വായിക്കും, അടുത്ത 1 മണിക്കൂർ കൊണ്ട്, അങ്ങനെ വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഈ ബുക്ക് പകുതിയെങ്കിലും വായിച്ചു തീർക്കും. യു ജസ്റ്റ് സെറ്റ് എ ഗോൾ.
എന്തിനാ വായിക്കുന്നത്? പഠിക്കാനാണ് വായിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ബുക്കിൽ നിന്ന് എന്ത് ചെയ്യും? പോയിന്റ്സുകൾ ഞാൻ നോട്ട് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഞാൻ പഠിച്ചെടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യും. സോ വട്ട് എവർ ഇറ്റ് ഈസ്, യു ഡു ഇറ്റ്. ആൻഡ് വൈ യു ആർ ഡൂയിങ് ഇറ്റ്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ യു ഗെറ്റ് എ ക്ലാരിറ്റി, റൈറ്റ്? നിങ്ങളുടെ മൈൻഡിന് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ പ്ലാനുമായി ഇനി ആ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോടുകൂടി ഇമ്മീഡിയറ്റ്ലി, ഡോണ്ട് ടേക്ക് എ ബ്രേക്ക്, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് വർക്കിംഗ്. അധികം ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ they plan everything, then they go to Instagram, then they go to YouTube, then they go to outing with friends, then they go for a movie, then you lose the connection. No, keep in touch. ആ കണക്ഷൻ എന്ത് ചെയ്യണം? സ്ട്രോങ് ആക്കി വെക്കണം. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഡിഡ് യു ഫീൽ? ഈ ഒരു സംഗതി എഴുതിയപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? ടെൽ മീ. ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. ഇത് ചെയ്തപ്പോൾ, ഈ ഒരു എക്സസൈസ് ചെയ്തപ്പോൾ, ഈ ചോദ്യങ്ങൾ എഴുതിയപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഒരു കാര്യം മനസ്സിലായി, ഇത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി അല്ലേ? ഈ പണി നന്നായിട്ട് ചിന്തിക്കണം, തല ഒന്ന് പുകയണമെന്ന് മനസ്സിലായി, ക്ലാരിറ്റി കിട്ടി. വെരി ഗുഡ്. അസ്മ പറയുന്നു ക്ലാരിറ്റി കിട്ടി. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, പ്ലീസ് കം. ആർക്ക് വേണമെങ്കിൽ പറയാം. എനിബഡി എന്താ ഫീൽ ചെയ്തത്? എഫേർട്ട് എടുക്കണം, എന്ത് കാര്യം എങ്ങനെ? എഫേർട്ട് എടുത്താൽ ഫലം ഉറപ്പാണ്. ഓക്കെ, എഫേർട്ട് എടുത്തേ പറ്റൂ, അതാണ് മനസ്സിലായത്. ജെബിൻ എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഒരു റീസണേ അല്ല എന്നുള്ള കാര്യം. സാറ് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും ബുൾഷിറ്റുള്ള കാര്യങ്ങളാണ്. ഞാൻ എഴുതാൻ നേരത്തും തന്നെ ആലോചിക്കുവാണ്, ഇതൊക്കെ എന്തോ എഴുതാനാണ്, എങ്ങനെ എഴുതുന്നത്? ഇത്രയും കാലം പറഞ്ഞതെല്ലാം ഒരു പൊട്ട എക്സ്ക്യൂസ് ആണെന്ന് സാറ് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അത് എഴുതാൻ ഒരു ചമ്മല് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത്, യൂണിവേഴ്സിന്റെ അടുത്ത് പരാതി പറയാൻ പറ്റത്തില്ല ശരിക്കും. നമ്മളതിന് താങ്ക്സ് മാത്രമേ പറയാൻ പാടില്ല. ഞാൻ എഴുതിയ ഒരു കാര്യം ഇതാണ്, ഈ നിമിഷം ഈ ബുക്കിനകത്തിൽ ഞാൻ എഴുതുന്ന ഈ കൈയക്ഷരം, ഈ പേന, ഈ ബുക്ക്, ഞാൻ ഇരിക്കുന്ന കസേര, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, ഇതിനെല്ലാം കാരണമായി യൂണിവേഴ്സിനോട് നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എല്ലാ കാര്യത്തിലും നമുക്ക് പരാതി പറയാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ടോ? യെസ് സാർ, ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം എഴുതിയപ്പോൾ അതിൽ വാട്ട് ഈസ് സ്റ്റോറി? നിങ്ങൾ നോർമലി നിങ്ങളോട് പറയാറുള്ള സ്റ്റോറി എന്തായിരുന്നു? വാട്ട് ഈസ് സ്റ്റോറി ടെല്ലിംഗ്? എന്നോടല്ലേ സാറേ? എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാതിരുന്നത് നിങ്ങളുടെ ഗോള്? അച്ചീവ് ചെയ്യായിരുന്നു പറഞ്ഞ എന്താ, പലതിനും പല റീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഏറ്റവും ലാസ്റ്റിൽ, അതായത് ഇപ്പോഴത്തെ ഉള്ള ഒരു റീസൺ ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞതനുസരിച്ച് ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. കാര്യം എനിക്ക് അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇന്ന് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മിറക്കിളായിട്ട് തോന്നി. ഞാനത് വീട്ടിൽ പറയാൻ തുടങ്ങി. എന്റെ ഇങ്ങനത്തെ ഡ്രോമാസ് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ഉണ്ടായത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനിയിപ്പോ അതും നമ്മൾ പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ടെല്ലിംഗ് ദോസ് സ്റ്റോറീസ്. ജെബിന്റെ ഒരു പാറ്റേൺ, പൊതുവെ ഉള്ള ഒരു പാറ്റേൺ എന്താ വെച്ചാൽ, പെട്ടെന്ന് എന്താ വെച്ചാൽ ജെബിന് സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഈ കഥകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ റിപ്പീറ്റ് ചെയ്യുന്ന സംഗതികൾ എന്ത് ചെയ്യണം? പെയിന്റെ സംഗതികൾ സ്റ്റോപ്പ് ചെയ്യണം, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. പിന്നെ സാറേ, ഇന്നലെ വൈകുന്നേരമാണെങ്കിൽ എന്റെ അളിയൻ എനിക്ക് ഒരു പെട്ടെന്ന് രാത്രിയിൽ ഒരു മെസ്സേജ് ഇട്ട ഒരു No, you cannot tell the story. No. അല്ല, സ്റ്റോറി അല്ല പറഞ്ഞത്, പക്ഷെ ഇതിലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, ശരി. ഓക്കെ, ഇട്ട് തന്നപ്പം എന്നെ ഒന്ന് ഷോക്കാക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പം ആ സ്റ്റോറി എന്താന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയൊരു ഫോട്ടോ ഇട്ട ഒരാളുടെ ഇത് ഇട്ട് ഞാൻ പറഞ്ഞ, നല്ല കാര്യം, മനുഷ്യനായി കഴിഞ്ഞാൽ എപ്പോഴായാലും മരിക്കും, അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുന്നു തിരിച്ച്. സാധാരണ ഞാൻ ഇങ്ങനെ അതിന്റെ പുറകെ ചെകയുന്നതാണ്. ശരി, ഓക്കെ, ദാറ്റ്സ് ആൻ ഇംപ്രൂവ്മെന്റ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഇനി എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്റ്റോറീസ് എന്ത് ചെയ്യണം? ഇനി ഈവൻ ഇതുപോലുള്ള സ്റ്റോറീസ് പോലും യു ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട്. ഈവൻ ഇംപ്രൂവ്മെന്റ്സിന്റെ കാര്യങ്ങൾ പോലും ഇങ്ങനെ പറയരുത്. പ്രശ്നങ്ങൾ പരമാവധി ഇനി വാക്കിൽ നെഗറ്റീവ് വേർഡ്സുകൾ, നെഗറ്റീവ് കഥകൾ, കാര്യങ്ങൾ, സംഗതികൾ വരുന്നത് പരമാവധി ഒഴിവാക്കണം. നെവർ ടെൽ ദീസ് കൈൻഡ് ഓഫ് സ്റ്റോറീസ്. ഓക്കെ, സോ വേറെ ആർക്കെങ്കിലും എന്താണ് ഫീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയാവോ? ജോസഫ് സാർ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത് എഴുതിയപ്പോ? ഹലോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ ജോസഫ് സാർ. ഹലോ, ഞാൻ പറഞ്ഞോളൂ. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ പഠിക്കുക, അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് ഇത് എഴുതിയപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് എന്താണ്? ക്ലാരിറ്റി കിട്ടിയോ? കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി എന്ന് തന്നെ പറയാം.
Okay, very good. Okay. And Nimi, did you feel anything? Or Faris? Yeah, tell me, Faris, what did you feel? പ്രോബ്ലം സൊല്യൂഷനും അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി. എന്താണ് പ്രോബ്ലം, അതേപോലെ എന്താണ് സൊല്യൂഷൻ വേണ്ടത്, എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, കറക്റ്റായി. ഓക്കെ, കറക്റ്റായിട്ട് വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇഹാൻ. ഓക്കെ, ഇഹാൻ, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിബഡി ഇത് ചെയ്തപ്പോൾ എഗെയിൻ, കാരണം ഇതിന് മുൻപ് ഇത് സിമിലർ ആയിട്ടുള്ള നമ്മൾ സംഗതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അർഷദ് പറഞ്ഞോളൂ. എനിക്ക് ഒരുപാട് സ്കിൽസുകൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള തോട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ സ്കിൽസുകൾ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, ഇതിന്റെ ആഫ്റ്റർ ബിസിനസ് ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇത് ചെയ്താലുള്ള ഗുണങ്ങള് നമുക്ക് ഭാവിയിൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് നമ്മളെ ഫാമിലി ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പോവാണ്. ലൈക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്തു പോകുമ്പോൾ, നമ്മളിങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഗോൾ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും പൊതുവെ നമ്മൾക്ക് വരുന്ന ചില ചാലഞ്ചസ് ഉണ്ട്. അതിലൊരു 5ഓളം ചാലഞ്ചസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ആർ യു റെഡി? ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, കോമൺ ചാലഞ്ചസ്, നമ്മൾ ഫേസ് ചെയ്യുന്ന കോമൺ ചാലഞ്ചസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയും. കാണാൻ പറ്റുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതിലേതെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ നോക്കാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. കോമൺ ചാലഞ്ചസ് ഇൻ അച്ചീവിങ് യുവർ ഗോൾസ്. നിങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾ കാണുന്ന കോമൺ ആയിട്ട് വരുന്ന ചലഞ്ചസ് ആണ്. ഒന്ന്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. അപ്പോൾ നമുക്ക് പലപ്പോഴും വരുന്നൊരു കാര്യമാണ്, നമുക്ക് ക്ലാരിറ്റി ഇല്ല, ഫോക്കസ് ഇല്ല എന്നുള്ളത്. ഓക്കെ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എനിക്ക് എന്താ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ ഉല്ലാസം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താ ഗോൾ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്? ആ പ്രോബ്ലംസ് തന്നെയാണ് നമ്മുടെ ഗോൾസ്, അല്ലേ? അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് ഓവർകം ചെയ്താൽ എന്ത്, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് നേടണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോളായി. എന്നിട്ട് എന്താ വേണ്ടത്? അപ്പൊ അതിലേക്ക് എന്ന് വെച്ചാൽ അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയുന്നു എന്ത്. ഇതുകൊണ്ട് എന്താ പ്രശ്നം? ഡിഫിക്കൽട്ടി ഇൻ ഡിഫൈനിങ് ക്ലിയർ ആൻഡ് ആക്ഷണബിൾ ഗോൾസ്. പലപ്പോഴും നമുക്ക് ഗോൾ ക്ലാരിറ്റി എഴുതാൻ പലർക്കും പ്രശ്നമുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ, ഞാനിപ്പോൾ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞ രൂപത്തിൽ, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത് ആ രൂപത്തിൽ അത് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അതാണിപ്പോൾ ഇവിടെ ലൈക്ക് അർഷദ് പറഞ്ഞത്. നമ്മൾക്ക് വ്യക്തമായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. സോ യു ഓൾവേസ് കീപ്പ് ഓൺ റൈറ്റിംഗ് ദാറ്റ്. നമ്മുടെ ഗോൾസിനെ കുറിച്ചും നമ്മുടെ സംഗതികളെ കുറിച്ച് എപ്പോഴും എഴുതുക, അതിനെക്കുറിച്ച് അവെയർ ആവുക, അത് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും റീറൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതുക, ഇടയ്ക്കിടയ്ക്ക് ഈ എക്സസൈസ് ചെയ്യുക പല ഏരിയാസിലേക്കും വെച്ചിട്ട്. സോ ക്ലിയർ, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് ലാക്ക് ഓഫ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ഉല്ലാസനൊക്കെ സംഭവിക്കുന്ന പോലെ നമ്മൾ വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ടാവും. പല ആൾക്കാരും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മാറണം 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 എന്ന ആഗ്രഹമുണ്ടാവും, പക്ഷെ മാറാനുള്ള ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ എന്തിലേക്ക് മാറണം, ഞാൻ എങ്ങനെ മാറണം? അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു കാര്യം നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെ മാറണം, എന്ത് സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളുടെ ലൈഫ് മാസ്റ്ററി പോലുള്ള EFT പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. യെസ് ഓർ നോ? ശരി, അത് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം എങ്ങനെ നമുക്ക്, എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള ക്ലിയർ ആക്ഷനബിൾ സ്റ്റെപ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അത് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇതാണ് പ്രോബ്ലം. സൊല്യൂഷൻ എന്താണ്? ക്ലിയർലി ഡിഫൈൻ യുവർ ഗോൾസ് യൂസിങ് സ്മാർട്ട് ക്രൈറ്റീരിയ. എന്താ സ്മാർട്ട്? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവെന്റ് ആൻഡ് ടൈം ബൗണ്ട്. എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഗോളായിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത്. വളരെ വ്യക്തത വേണം. എന്ത് ഗോളാണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത് സ്പെസിഫിക് ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് വെയിറ്റ് കുറയണം എന്ന് പറയുന്നത് സ്പെസിഫിക് അല്ല. നിങ്ങൾക്ക് എത്ര കിലോ കുറയണം എന്നുള്ളതാണ് സ്പെസിഫിക് ആവുന്നത്. മനസ്സിലായോ? എത്ര കിലോ കുറയണം, അപ്പൊ അത് സ്പെസിഫിക് ആയി. 5 കിലോ കുറയണം. അടുത്തത് എന്താണ്? മെഷറബിൾ ആണ്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗോൾ സെറ്റ് ചെയ്യണം. ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്കൊരു 2 കിലോ കുറയണം, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് എനിക്ക് 2 കിലോ കുറയണം.
സ്പെസിഫിക്കലി മെഷർ ചെയ്യുന്നു അല്ലേ? അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു 4 കിലോ കുറയണം, അങ്ങനെ. അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, 5 കിലോ കുറയണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ അത് മെഷറബിൾ. അപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ വീണ്ടും മെഷറബിളാണ്. അങ്ങനെ മെഷറബിൾ ആയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാക്കുക. 2 ആഴ്ച കൊണ്ട് ഞാൻ ഇത്രയും എക്സസൈസുകൾ ചെയ്തു തീർക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കും. അളക്കാൻ പറ്റണം നമ്മുടെ ഗോൾസ്. സാറേ ഒരു ഡൗട്ട്, ഈ ഗോൾസ് നമ്മൾ എഴുതാൻ നേരത്തെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ എഴുതി വെക്കണം. ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഒരു 2 കിലോ കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് എഴുതണമെന്നാണോ സാർ പറഞ്ഞത്? യാ, മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ബ്രെയിൻ അത് ശരിക്കും മനസ്സിലാവും, ബ്രെയിൻ അത് പിക്ക് ചെയ്ത് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കും. ഇല്ലെങ്കിൽ ബ്രെയിൻ ഒരുമാതിരി കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ഇവന് ഗോള് വേണം, ഇവന് വണ്ണം കുറക്കണം, എങ്ങനെയെന്ന് ഇവനൊരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിന് പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബ്രെയിൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത് ക്ലാരിറ്റിയിൽ നിന്നാണ്. മോട്ടിവേഷൻ വരുന്നത് ക്ലാരിറ്റിയിൽ നിന്നാണ്, കാരണം കോൺഫിഡൻസിൽ നിന്നാണ്. മോട്ടിവേഷൻ വരുന്നത് കോൺഫിഡൻസ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് വരുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ വരുന്നത്, എക്സൈറ്റ്മെന്റ് വരുന്നത്. അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ മനസ്സിലാവുന്നുള്ളൂ. വെറുതെ ഒരു മോട്ടിവേഷൻ വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വെറുതെ രാവേഷ് കുമാറായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ല. വെറുതെ ചുമ്മാ വളരെ അത് 2 ദിവസം ഉണ്ടാവുള്ള ബബിൾ, അതല്ല. റിയൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കോൺഫിഡൻസിൽ വരുന്നു. കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ക്ലാരിറ്റിയിൽ നിന്ന് വരുന്നത്. ബ്രെയിനിന്റെ കൺവിക്ഷൻ, ബ്രെയിനിന് മനസ്സിലാവണം, ഓക്കെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എന്ത് എഴുതുക, ഞാൻ അത് എങ്ങനെ അച്ചീവ് ചെയ്യും, എങ്ങനെ പ്ലാൻ ചെയ്യും. സോ അതിനാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് നേരത്തെ ചെയ്യിപ്പിച്ചത്, ഒരു എക്സാമ്പിൾ ആയിട്ട്. സോ ഓൾവേസ് ചോദിച്ചോളൂ. ഹലോ, ഞാൻ അടുത്തൊരു 3 വർഷത്തേക്ക് ഒരു 10 പ്ലാൻ എഴുതി വെച്ചിട്ടുള്ള വിത്ത് ഡേറ്റ് അടക്കം. ഓരോ ഡേറ്റിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതില്. പിന്നെ എൻ്റെ ഒരു കാറിൻ്റെ BMW കാറിൻ്റെതുള്ള ഞാൻ അടുത്ത കൊല്ലം 2025 ഡിസംബർ 31 എഴുതി വെച്ചത്. എന്നാലും വലിയൊരു എമൗണ്ടിൽ വണ്ടിയാണെങ്കിലും യാദൃശ്യമായി ഒരു വർക്ക്ഷോപ്പിന് മുമ്പിലെത്തുമ്പോൾ എൻ്റെ ഒരു 2 വീലർ കേടായും അങ്ങനത്തെ ഒരു വണ്ടി കാണുകയും ചെയ്തു. അതിന്റെ വിലയും കാര്യങ്ങളും ചോദിച്ചു വെച്ചു. പഴയ വണ്ടിയാണെങ്കിലും ഇനി നമ്മൾ ഇന്ന കുറച്ച് ഇടപാട് കമ്പനികൾ ഒതുങ്ങുന്ന ടൈപ്പിലാണ് ആ വണ്ടി വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലെത്തും, നമ്മളെ വീട്ടുമുമ്പിലേക്ക് എത്തും. എത്തണം, അതിലേക്ക് എത്തിക്കട്ടെ. ഓക്കെ, അതിന് വേണ്ട പ്ലാനിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടരുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് തുടരുക. എനിവേ നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം. സോ ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിഫൈനിങ് ക്ലിയർ ആൻഡ് ആക്ഷനബിൾ ഗോൾസ്. സൊല്യൂഷൻ എന്താണ്? മെഷറബിൾ ആയിട്ട് ഗോൾ, അച്ചീവബിൾ ആയിരിക്കണം. നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതാണ് മെഷറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അച്ചീവബിൾ എന്താണ്? അല്ലെങ്കിൽ ആക്ഷനബിൾ എന്നും കൂടി കൊടുക്കാം. അച്ചീവബിൾ ആക്കുന്നത് എപ്പോഴാണ്? ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. എങ്ങനെയാണ് അച്ചീവബിൾ ആക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ എന്ത് ചെയ്തിട്ടായിരിക്കും അത് നിങ്ങൾ നേടുക എന്നുള്ള സാധനം ഒരു ആക്ഷനബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ആക്കി മാറ്റുക. റെലവെന്റ് എന്താണ്? അത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? ആ ഗോള് ശരിക്കും റെലവെന്റ് ആണോ? എന്തിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയായ ഒരു കാര്യം തെറ്റായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട ഗോളാണോ? ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഗോളാണോ? അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആൻഡ് ടൈം ബൗണ്ട്. അതിനെല്ലാത്തിനും എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം? എന്ന് തുടങ്ങും, എന്ന് അവസാനിപ്പിക്കും, എന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യും, അത് നിങ്ങൾ എഴുതണം. എന്ന് നിങ്ങൾ തുടങ്ങും, എന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്തായാലും ടൈം ബൗണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്ന് ഇതിനു വേണ്ടിയിട്ട് പണി തുടങ്ങും. എപ്പോൾ മുതൽ പണി തുടങ്ങും? എപ്പോഴായിരിക്കും ഇതിൻ്റെ ആക്ഷൻസ്? ഓരോ ആക്ഷൻസിനും പരമാവധി ടൈം എഴുതുക. ഞാൻ ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യും, ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യും, ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യും, ഇത്ര സമയത്തിനുള്ളിൽ ഞാനത് ചെയ്തു തീർക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ഇത്ര പേജ് വായിച്ചു തീർക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കും. യു ഗോട്ട് ഇറ്റ്? ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്യും. അങ്ങനെയുള്ള രീതിയിൽ യു ഓൾവേസ് ലൈക്ക് പുട്ട് ടൈം. അപ്പോൾ അത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്താവും? കൺവിൻസ്ഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോട്ടിവേഷൻ ഉണ്ടാകും. യു വിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. അതർവൈസ് your brain will be confused and lost, and what happens? You will be lost. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലോസ്റ്റ് ആവും, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ക്ലിയർ ആണോ? ശരിയാണ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾക്ക് പലയിടത്തും നമ്മൾ സ്റ്റക്കായി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ ഇല്ലാതായി പോകുന്ന, നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാത്തതിന്റെ കാരണം? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ. സോ ആക്ഷനബിൾ സ്റ്റെപ്സ്, അത് നിങ്ങൾ അടുത്തതാണെന്ന് വെച്ചാൽ, അടുത്തെന്താണ്?
ബ്രേക്ക് ഇൻ ടു ഗോൾ ഇൻ ടു സ്മോളർ ആക്ഷണബിൾ സ്റ്റെപ്സ്. അപ്പോൾ ക്ലാരിറ്റി ഒന്നുകൂടെ കൂടും. അതിനാണ് നമ്മൾ ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും. ഓരോ ഗോളും എഴുതി വെച്ചതിന് ശേഷം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അല്ലേ? ഓർമ്മയുണ്ടോ? ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പ്, അങ്ങനെ ഓരോ സ്റ്റെപ്പും എഴുതി വെച്ചിട്ട് അങ്ങനെ പകുതിയാക്കി ചുരുക്കുക. വലിയ ഗോളായിരിക്കും. അപ്പൊ അതിന് 6 മാസം കൊണ്ട് എത്ര ചെയ്യും, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് എത്ര ചെയ്യും, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് എത്ര ചെയ്യും, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് എത്ര ചെയ്തു തീർക്കും, അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് എത്ര ചെയ്തു തീർക്കും, സെക്കൻഡ് വീക്കിൽ എത്ര ചെയ്യും, തേർഡ് വീക്കിൽ എത്ര ചെയ്യും, എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക. ടൈം സെറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഫേസ് വൈസ് ചെയ്തിട്ട്, ഫേസ്, ഫസ്റ്റ് ഫേസ് ഇതാണ്, സെക്കൻഡ് ഫേസ് ഇതാണ്, തേർഡ് ഫേസ് ഇതാണ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക, എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അതിന് ടൈം അങ്ങോട്ട് കൊടുക്കുക. ഒന്നുകിൽ ടൈം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഫേസ് വെച്ചിട്ട് ആക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം നമുക്ക് എത്ര വർക്കുകൾ ചെയ്തു തീർക്കാനാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു തീർക്കണം, ഫസ്റ്റ് ഘട്ടം. പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. നിങ്ങൾക്ക് വലിയ ഗോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഗിവ് യു ഒരു ബുക്ക് ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ റീഡ് ദിസ് ബുക്ക്, ഹൗ ബിഗ് തിങ്സ് ഗെറ്റ് ഡൺ. വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തു തീർക്കുന്നത്, ഹൗ ബിഗ് തിങ്സ് ഗെറ്റ് ഡൺ. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ. ഹൗ ബിഗ് തിങ്സ് ഗെറ്റ് ഡൺ. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. Read and it will change the way you think and approach goals. Regularly review and adjust your goals as needed to stay focused. എപ്പോഴും എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ട് റിവ്യൂ ചെയ്യണം. എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ട്രാക്കിലേക്ക് എത്തുന്നില്ല, എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് മിസ്സിംഗ് ഔട്ട്, വാട്ട് ഈസ് ഹാപ്പനിങ്. യു റിവ്യൂ ദാറ്റ് and then you adjust your goals as needed to stay focused. Okay, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സാധനം പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കാനുള്ള സ്വഭാവം ഉണ്ടാവും. ഓക്കെ, നീട്ടിവെക്കാനുള്ള സ്വഭാവം ഉണ്ടാവും ഗോൾസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത്. ശരിയാണോ? പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യണം, പുട്ടിങ് ഓഫ് ടാസ്ക് ഡ്യൂ ടു, പലപ്പോഴും എന്താ വെച്ചാൽ ടാസ്ക് എന്ത് ചെയ്യും, നമ്മൾ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടാകും. ആ നീട്ടിവെക്കുന്ന സ്വഭാവത്തിൻ്റെ കാര്യകാരണം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സോൾവ് ചെയ്യണം. അതെങ്ങനെയാ? ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകും, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഒന്നുകിൽ മോട്ടിവേഷൻ്റെ കുറവ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമെന്നുള്ള പേടിച്ചിട്ട്, പെർഫെക്ഷനിസം ചിന്തിച്ച് പേടിച്ചിട്ട് എന്ത് ചെയ്യും, അല്ലേ? ഇതിനു മുൻപ് അങ്ങനെയായിരുന്നു, അല്ലേ? എക്സാം എഴുതാൻ പേടിയായിരുന്നു നസ്രീൻ. ഫിയർ ഓഫ് ഫെയിലിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സൊല്യൂഷൻ എന്താണ്? ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോളർ ആൻഡ് ലെസ് ഇൻറ്റിമിഡേറ്റിംഗ് ആക്ഷൻ. ചെറുതാക്കി കൊണ്ടുവരാം. ഗോളിന് ഇപ്പം ഇത്ര ചെയ്യണം, വളരെ ചെറുതാക്കി. എനിക്ക് ഇപ്പോൾ ഒരു ബുക്ക് മൊത്തം വായിക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നീട്ടി വയ്ക്കും, മടി വരും. അപ്പോൾ ഞാൻ ഇനി വായിക്കും, എനിക്കത് കഴിയില്ല. അപ്പം എന്താ വെച്ചാൽ നമ്മൾ അതിനെന്താ വെച്ചാൽ ചെറുതാക്കുക. ഇന്ന് ഞാനൊരു 1/2 പാരഗ്രാഫ് വായിച്ചാൽ മതി, അങ്ങനെ വളരെ ചെറുതാക്കുക. ഈ 1/2 പാരഗ്രാഫ് വായിക്കാൻ പ്രശ്നമുണ്ടോ? 1 പേജ് 2 പേജൊന്നും അല്ല, ഒരു 4 വരി ഉണ്ടാവുള്ളൂ. അത് വായിക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, അത് വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, ഇനി ഒരു ബാക്കി 4 വരിയും കൂടെ വായിക്കാം. അപ്പോൾ 1 പാരഗ്രാഫ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വായിക്കാം. അങ്ങനെ നിങ്ങൾ ട്രാക്കിലേക്ക്. പലർക്കും എന്താ വെച്ചാൽ ആ ഒരു ഫെമിലിയാരിറ്റി ബ്ലോക്ക് വരും, പെട്ടെന്ന് റിജക്ഷൻ വരും, ട്രിഗർ ആവും, സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യും പല സംഗതികളും, ടാസ്കുകൾ. കാരണം കുറേ കാലങ്ങളായിട്ട് വർക്കിന് ഇഷ്ടമല്ല, വർക്ക് എന്ന് പറയുന്ന വേർഡ് ഇഷ്ടമല്ല. എന്താ വേണ്ടത്? യു ഷുഡ് സ്റ്റാർട്ട് ടെല്ലിങ് യുവർ സെൽഫ്, ഐ ലവ് വർക്കിംഗ് ഹാർഡ്, ഐ ലവ് വർക്കിംഗ് ഹാർഡ്, ഐ ലവ് വർക്കിംഗ് ഹാർഡ്, ഐ ലവ് വർക്കിംഗ് ഹാർഡ്, ഐ ലവ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, ആൻഡ് വെൻ എവർ ഐ എം വർക്കിംഗ് ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. ആൻഡ് യൂസ് ദ 5-minute റൂൾ. 5 മിനിറ്റിനേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. കമ്മിറ്റ് ജസ്റ്റ് 5 minutes ടു വർക്ക് ടു ഓവർകം ദ ഇനേർഷ്യ. അതായത് നമ്മളെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് മാത്രം ജോലി ചെയ്യുക എന്നുള്ളൊരു ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. 5 മിനിറ്റ് ജോലി ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് എടുക്കുക. അങ്ങനൊരു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റെങ്കിലും വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഗതി കൊണ്ടുവരിക. അപ്പോൾ 5 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, 5 മിനിറ്റല്ല ഉണ്ടാവുക, അത് മിനിമം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 50 മിനിറ്റൊക്കെ വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. 5 മിനിറ്റ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ മതി. 5 മിനിറ്റ് പ്രശ്നമുണ്ടോ നമുക്ക്? മടിയുണ്ടോ? 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. You got it? So whenever you are struggling somewhere, you can apply that and hold yourself accountable to deadlines or an accountability partner. ഒരു accountability partner, ഒരു കോച്ച് ആവാം, ഒരു മെൻറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു പാർട്ണർ, ഒരു വ്യക്തിയാവാം. അവരുടെ കൂടെ എന്താ വെച്ചാൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ടാസ്ക് ചെയ്ത് തീർത്ത് പോവാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ നിൽക്കും. നമുക്ക് ഇനിയും ഷെയർ ചെയ്യാനുണ്ട്, ബാക്കി പോയിന്റ്സുകൾ നാളെ ഷെയർ ചെയ്യും. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് ടുമോറോ. ഓക്കെ, റെഡി ആണല്ലോ? ആർ റെഡി? സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് നൗ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളുടെ കോഴ്സ് നടക്കുന്നുണ്ട്.
മറക്കരുത്, EFTയുടെ കോഴ്സ് വരാൻ പോകുന്നുണ്ട്. 23-ാം തീയതിയാണ് നെക്സ്റ്റ് ബാച്ച് വരുന്നത്. അതിലേക്ക് എന്ത് രജിസ്റ്റർ ചെയ്യാം. Then we will have a discussion. Thank you. ഓക്കെ, ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറേ, ഒരു രക്ഷയില്ല, കിട്ടു ക്ലാസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എക്സസൈസ് ചെറുതാണ്, സിമ്പിളാണ്, കോൺസെപ്റ്റ് സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോധം തലയിൽ കയറാനും എന്നും നിലനിൽക്കാനും. വീണ്ടും വീണ്ടും ഈ ഒരു അവയർനെസ് നിങ്ങൾ വിട്ടുപോകാതെ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ്സ് വൈ വി ആർ റിപ്പീറ്റിംഗ്. ഇറ്റ് മൈറ്റ് ബി ലൈക്ക് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, പലതും തോന്നിയേക്കാം, പക്ഷെ ഐ ഡോണ്ട് കെയർ. ഐ വാണ്ട് യു ടു ഹാവ് ദിസ്. ആ അവയർനെസ് കേട്ടോ. ട്രാക്ക് നിങ്ങൾ തെറ്റുമ്പോൾ നിങ്ങൾ തിരിച്ച് വീണ്ടും ട്രാക്കിലേക്ക് കയറണം. സോ ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ഇറ്റ്. താങ്ക് യു ജെബിൻ, താങ്ക് യു എവ്രി വൺ. Please for joining here, and tomorrow we will come back again and we will discuss the further challenges. Okay, 10 challenges നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. So we will discuss that one by one and we will overcome that. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു അവയർനെസ് കിട്ടും, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഗോൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കും കേട്ടോ. നിങ്ങൾ അതിൽ നിന്ന് ട്രാക്ക് തെറ്റാതിരിക്കാനുള്ള അവയർനെസ്സും ചിന്തകളും കാര്യങ്ങളുമാണ് ഈ ഓരോ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ ഗോളിലേക്ക് ഞാൻ ഫോക്കസ്ഡായി പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ഐ ഷുഡ് ബി ഏബിൾ ടു കണക്ട് വിത്ത് ദിസ് മെൻറ്റർ. ഈ മെൻറ്ററുടെ കൂടെ അല്ലെങ്കിൽ ഈ ഒരാളുടെ കൂടെ കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമാണ്. പിന്നെ ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ശരിക്കും ശ്രദ്ധിച്ചോ, എല്ലാവരോടും പറയാനുള്ളത്, ഏത് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ കൂട്ടുകെട്ട് മോശമാണോ നിങ്ങൾ വീണ്ടും പഴയ പോലെ പോകും. കാരണം നിങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ പഴയ പോലെ വീണ്ടും പഴയ ട്രാക്കിലേക്ക്. സോ ഡോണ്ട് സ്പെൻഡ് വിത്ത് റോങ് ഫ്രണ്ട്ഷിപ്പ്. കൂട്ടുകെട്ട് മോശമാവരുത്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. യു ആർ ദ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുക, പഠിക്കുക, ട്രെയിൻ ചെയ്യുക. എങ്ങനെ പറയാം, വാനിഷ് യുവർ സെൽഫ്, ബി ഇൻവിൻസിബിൾ. പണ്ട് അല്ലേ എന്താ പറയുക, കാട്ടിലേക്ക് പോകാൻ പറയും, എന്നിട്ട് നന്നായി വരും. നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും നിങ്ങൾ വിട്ട് പിരിഞ്ഞ് നിൽക്കുക. എന്നിട്ടൊരു 3 മാസം 6 മാസമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് നിങ്ങളുടെ കൂടെ ടൈം നിങ്ങൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് then you come back with a totally different person. ഒരു ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് തിരിച്ചു വരിക. അപ്പോൾ ആൾക്കാർ കണ്ടിട്ട് നോക്കി നിൽക്കും, ഇവനെന്താ പറ്റിയേ, ഇവൾക്കെന്താ പറ്റിയേ. സോ എസ്പെഷ്യലി ഇഫ് യു ഹാവ് എ ബാഡ് സർക്കിൾ, ഗെറ്റ് ഔട്ട്, സ്പെൻഡ് ടൈം അലോൺ, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് ലേൺ, ആൻഡ് you bring back the new you. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാൻ അതിന് എന്ത് സ്കില്ലാണോ പഠിക്കേണ്ടത് അവിടേക്ക് പോവുക. ആ പഠിക്കുന്നതിലേക്കും പഠനത്തിലേക്കും ആ ആക്ടിവിറ്റീസിലേക്കും മാത്രം പോവുക. ആ ഗുരുവിൻ്റെ അടുത്ത് പോവുക, അവരുടെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യുക, ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ബ്രെയിനിൽ അത് മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടല്ലോ, നിങ്ങൾ ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ട് വരും. സോ വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് യു വാണ്ട് ടു അക്വയർ, വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് യു വാണ്ട് ടു ഏൺ, എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കുക, വ്യക്തമായി ക്ലിയർ ആയിട്ട് എഴുതുക. ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, എവിടെ നിന്നാണ് ഇത് എനിക്ക് പഠിക്കാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കുക. നേരത്തെ എഴുതിയ ക്വസ്റ്റ്യനിൽ വിച്ച് മെൻറ്റർ, വിച്ച് കോഴ്സ് ഐ ഷുഡ് അറ്റൻഡ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു സോൾവ് ദിസ് പ്രോബ്ലം ഓർ ടു അച്ചീവ് മൈ ഗോൾസ്, വിച്ച് മെൻറ്റർ ഓർ വിച്ച് കോഴ്സ് ഐ ഷുഡ് അറ്റൻഡ്. ഏത് മെൻറ്ററുടെ ഹെൽപ്പാണ് ഞാൻ എടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് ട്രെയിനിങ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ക്ലിയർ ആണോ? അടുത്ത കൂടി എഴുതിക്കോ, വിച്ച് തെറാപ്പി ഐ ഷുഡ് ഡു, ഏത് തെറാപ്പി ഞാൻ ചെയ്യണം. ഓക്കെ, സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ. താങ്ക് യു എവ്രി വൺ. നമ്മളുടെ great class. Thank you. I felt that I had a lot of expectation. I felt I had to discipline my thoughts, and only only I am the solution for myself, because no one else can feel what I feel or felt. I need to be more bold and stronger and more systematic for a good reason. Thank you, sir. I feel the class is not as class, but advice is for better to me. Yes, very good, Vijay. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഗുരു സാറാണ്. ഓക്കെ, സാറിൻ്റെ കൂടെ ഇനിയുള്ളൂ. താങ്ക് യു. Jibin, be here with me and do all the courses and learn and grow.
പുതിയൊരാളായിട്ട് പുറത്ത് കിടക്കണം കേട്ടോ. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സ്കില്ലുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോവാം. ഞാനൊരു സ്കില്ല് പഠിച്ചിട്ടില്ല, പഠിക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമുണ്ട്, അത് പഠിക്കാൻ പോവാണ്. ഐ വിൽ ഷെയർ ദാറ്റ് ടുമോറോ എന്താണെന്നുള്ളത്. ഓക്കെ, സോ കം ടുമോറോ, സ്റ്റേ എക്സൈറ്റഡ്. ഓക്കെ, സീ യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു, താങ്ക് യു സർ. Thank you. Thank you. Thank you. Yes, sir. Thank you so much. താങ്ക് യു സാർ. താങ്ക് യു.